ഇന്ന് നമുക്ക് പഴമയിലേക്ക് പോവാം. പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പാടങ്ങളിൽ സുലഭമായ ഒരു കാഴ്ചയായിരുന്നു ചക്രം. ഇപ്പോൾ പുതിയ പമ്പ് വന്നു. പണ്ട് ഈ നെൽപ്പാടങ്ങളിലും ബാക്കിയുള്ള കൃഷികളിലും ഒക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ചക്രം. ആ ചക്രം ഇന്ന് നമുക്ക് കാണാനില്ല. എങ്കിലും അത് കൊല്ലങ്കോടുള്ള ഒരു പ്രദർശന കൃഷിയിടമുണ്ട്. അത് നെൽകൃഷിക്ക് വേണ്ടി തന്നെ അവിടെ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് പകർത്തുന്നത്. നമ്മുടെ കൃഷിയിടങ്ങളിൽ പണ്ടും ഉള്ള മെയിനൊരു കാഴ്ചയായിരുന്നു ഈ ചക്രം. നെല്ല് കൃഷി ചെയ്യാനായിട്ട് വെള്ളം ആവശ്യമാണ്. വെള്ളം നമുക്ക് നമ്മുടെ പാടങ്ങളിലേക്ക് കയറ്റുന്നതിന് പമ്പിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പൗരാണികമായ ഒരു ഉപകരണം. നമ്മൾ പാടത്തിലേക്ക് നോക്കുമ്പോൾ ചക്രങ്ങൾ കാണാം, പലയിനം ചക്രങ്ങൾ. അതായത് 6 ലീഫാണെന്ന് തോന്നും മിനിമം. 6 ലീഫ് മുതൽ മുകളിലേക്ക് പോകും. അത് വലിയ ചക്രങ്ങൾ. അത് ഈ പലക കൊണ്ടാണ് ഈ ചക്രം ഉണ്ടാക്കുന്നത്. മുഴുവൻ പലകയാണ്. നടുക്ക് അതിനൊരു ആണി കാണും. ഒരു പക്ഷേ ഇരുമ്പിൻ്റെ ഒരു വലിയൊരു ഇതുണ്ട്. അതിങ്ങനെ ഈ 2 സ്റ്റാൻഡ് പോലത്തെ തൂണാൽ ഉറപ്പിച്ചിട്ട് അതിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. പക്ഷെ ഇതിൻ്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ പലക കൊണ്ടൊരു ബേസ് ഉണ്ട്. നമ്മുടെ ഈ പലകയുടെ ഇടയ്ക്കൂടെ കറക്റ്റായിട്ട് പോകും. നമ്മൾ അങ്ങോട്ട് വെള്ളം ചവിട്ടി വിടുമ്പോൾ അതങ്ങ് പോവുകയും തിരിച്ചതിങ്ങോട്ട് റിട്ടേൺ പോരില്ല. കാരണം ഒരു ലീഫ് പോകുമ്പോൾ അടുത്ത ലീഫ് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ കറക്കുന്നുണ്ട്. രാവിലത്തെ ഒരു വലിയൊരു എക്സസൈസാണ് കൃഷിക്കാർ രാവിലെ പോയി ഇങ്ങനെ ചക്രം കറക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ചെറിയ ചക്രമാണ്. ചെറിയ ചക്രം ഒരാൾ മതി ഇങ്ങനെ ചവിട്ടാൻ വേണ്ടി. അപ്പം വലിയ ചക്രങ്ങളെന്ന് പറയുമ്പോൾ അതിന് 8 ലീഫ് 10 ലീഫ് വരെയുള്ള, അതിലും കൂടുതലുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചവിട്ടുന്നത് ഈ ഒരാൾക്ക് ചവിട്ടാൻ പറ്റില്ല, അത്ര ഹെവി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തട്ടിട്ട് 2ഉം 3ഉം പേര് ഈ തട്ടയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം ഒരാൾ ചവിട്ടി താക്കും, ഒരു ലീഫ് ചവിട്ടും, അടുത്തയാൾ മുകളിലത്തെ ലീഫ്. അങ്ങനെ ഒരു വളരെയധികം അധ്വാനമുള്ള ഒരു ജോലിയായിരുന്നു. രാവിലത്തെ ഏറ്റവും വലിയ എക്സസൈസായിരുന്നു കൃഷിക്കാരുടെ. ഇന്നിത് നമ്മൾ അന്യാധീനപ്പെട്ട് പോയ ഒരു കാഴ്ചയാണ്. ഈ കാഴ്ച ഞാൻ കൊല്ലങ്കോട് കണ്ടപ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്കും നമുക്കും വേണ്ടി ഇത് പകർത്തിയെടുത്തു. ഇന്ന് നമ്മൾ കൃഷി നഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ പണ്ടുള്ള ആൾക്കാർ എങ്ങനെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്, കൃഷി ചെയ്തത്, ഇതിൻ്റെ ഒരു പുനരാവിഷ്കരണം കൊല്ലങ്കോടുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ പോയി കാണുക. പഴയുള്ള ആൾക്കാർ കൃഷിക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ പൗരാണികർ ജീവിച്ചിരുന്നത്. എത്ര മനോഹരമായ ഒരു നെൽപ്പാടമാണ്. ഇവിടെ അവരുടെ അധ്വാനത്തിൻ്റെ വിശർപ്പിൻ്റെ ഫലം കൊണ്ട് ഉണ്ടാക്കി എടുത്ത ഒരു ജീവിതചര്യ കൊണ്ടാണ് അവർ ജീവിച്ചു വന്നത്. ഇത് നമ്മൾക്ക് ആധുനിക പമ്പുകളും എല്ലാം വന്നപ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയി നമ്മുടെ പക്ഷേ കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം റെവല്യൂഷൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ജയ്സൺ.